ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ നോക്കാം. ഭാരതീയ ന്യായ സംഹിത എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ഇന്ത്യക്ക് ഒരു ജനറൽ പീനൽ കോഡ് കൊടുക്കുകയാണ്. നമുക്കറിയാം IPC എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു. IPC വന്ന കാലം മുതൽ തന്നെ IPC എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ എക്സെപ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഭാഗങ്ങളിലായിരുന്നു ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് വേണ്ടി ഒരു ജനറൽ പീനൽ കോഡ് ഇവിടെ കൊടുക്കുകയാണ് ഭാരതീയ ന്യായ സംഹിത 2023 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എത്രയാണ്? 12 നോട്ടിക്കൽ മൈൽസ് ആണ്. അപ്പോൾ ഈ 12 നോട്ടിക്കൽ മൈൽസിന് ഉള്ളിലുള്ള ഭാഗം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ സീയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. കടലിൻ്റെ 12 നോട്ടിക്കൽ മൈൽസ് ബേസ് ലൈനിൽ നിന്നും ആ ഭാഗത്ത് വെച്ചിട്ട് ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കമ്മിറ്റ് ചെയ്തതായിട്ട് കണക്കാക്കുകയും അവിടെ ഇന്ത്യയുടെ നിയമപ്രകാരം അയാൾക്ക് ശിക്ഷ നൽകാനും കഴിയുന്നതാണ്. ഇനി പേഴ്സണൽ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഇത് ഭാരതീയ ന്യായ സംഹിത ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിൽ എവിടെ ആയാലും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ആരായാലും, സിറ്റിസൺ ആയാലും ഫോറിനേഴ്സ് ആയാലും ആരാണെങ്കിലും ഇതുപോലെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇന്ത്യൻ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലുള്ളിലായിരിക്കും അത് വരുന്നത് താനും. ഒരു കേസ് പറയുന്നുണ്ട്, മുബാറക് അലി അഹമ്മദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി നാഷണൽ ആയിരുന്നു. അയാൾ പാകിസ്ഥാനിലായിരുന്നു റിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. താമസിച്ചത് ഇവിടെ പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇവിടെ അക്യൂസ്ഡ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റൻ്റ്, ബോംബെയിലുള്ള കംപ്ലൈൻറ്റിന് കുറച്ച് ലെറ്റേഴ്സും ടെലഗ്രാമും ഫോൺ കോൾസും ഒക്കെ നടത്തിയിട്ട് കുറച്ച് ഫോൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി അത് പ്രകാരം ഈ കംപ്ലൈൻറ്റൻ്റ് ഈ പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡിൻ്റെ ഏജൻറ്റിന് 5 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഒരു എക്സ്ട്രാഡിക്ഷൻ പ്രൊസീഡിങ്ങിൽ ഈ അക്യൂസ്ഡിന് എഗനിസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു എക്സ്ട്രാഡിക്ഷൻ പ്രൊസീഡിങ്ങിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ബോംബെയിലേക്ക് തിരികെ കൊണ്ടുവരികയും സെക്ഷൻ 420 IPC ഇപ്പോഴത്തെ 380 ക്ലോസ് 4 BNS പ്രകാരം അയാളെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ശിക്ഷയും കൊടുത്തു. 420 എന്താണ് പറയുന്നത്? ചീറ്റിംഗ് ആൻഡ് ഡിസ്ഹോണസ്റ്റ്ലി ഇൻഡ്യൂസിങ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ സുപ്രീം കോർട്ട് ഇവിടെ ഹെൽഡ് ചെയ്തത് എൻ്റയർ ഒഫൻസും ഈ അക്യൂസ്ഡ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ബോംബെയിൽ വെച്ചാണ്. പക്ഷേ അയാൾ ഈ കമ്മീഷൻ നടക്കുന്ന സമയത്ത് ഈ ഒഫൻസിൻ്റെ കമ്മീഷൻ നടക്കുന്ന സമയത്ത് അയാൾ പേഴ്സണലി പ്രസൻ്റ് അല്ല ഇന്ത്യയിൽ. പക്ഷേ അയാൾ വൺസ് ഇന്ത്യയിൽ പ്രസൻ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ കോടതിക്ക് ഈ അക്യൂസ്ഡിന് എഗനിസ്റ്റ് ആയിട്ട് ജൂറിസ്ഡിക്ഷൻ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ, കേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ പാകിസ്ഥാനിൽ നിന്നൊരാൾ പാകിസ്ഥാനിലിരുന്നു കൊണ്ട് ഒരു മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് ഇന്ത്യയിലുള്ള ബോംബെയിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ വാങ്ങി എന്നിട്ട് ഒരു എക്സ്ട്രാഡിഷൻ പ്രൊസീഡിങ്ങിൽ വഴി ഇംഗ്ലണ്ടിൽ വെച്ച് ഈ അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യൻ കോടതി അയാൾക്ക് എന്ത് ചെയ്തു? ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു ഫോറിനർ ആയിരുന്നു. എക്സ് എ ഫോറിനർ കമ്മിറ്റ് മർഡർ ഓഫ് വൈ ഒരു ഫോറിനറാണ്, എക്സും ഒരു ഫോറിനറാണ്. അപ്പോൾ ഈ മർഡർ നടക്കുന്നത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ വെച്ചാണ്. ഫോറിൻ ഷിപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത വഴി ലയബിൾ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ത് ചെയ്തു? വൈയെ കൊന്നു. അതാണ് കാര്യം. അപ്പോൾ സെക്ഷൻ 1 ക്ലോസ് 3 ഓഫ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം എക്സ് എന്താണ്? ലയബിൾ ടു ബി പണിഷ്ഡ് ആണ്. അണ്ടർ സെക്ഷൻ 103 ക്ലോസ് 2 പ്രകാരം എന്താണ്? അയാൾക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നല്ല, ശിക്ഷ കിട്ടും. ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് എന്തൊക്കെ വരുന്നു? 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസും അതുപോലെ തന്നെ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. സെക്ഷൻ 1 ക്ലോസ് 3 ഓഫ് ദ BNS പ്രകാരം എല്ലാ പേഴ്സൺസും എന്താണ്? ലയബിൾ ടു ബി പണിഷ്ഡ് അണ്ടർ ദ BNS ഇഫ് ഹി ഓർ ഷീ കമ്മിറ്റ് ആൻ ഒഫൻസ് വിത്തിൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ടെറിട്ടറിയുടെ അകത്ത് വെച്ചിട്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഷീ ആയിക്കോട്ടെ ഹീ ആയിക്കോട്ടെ രണ്ടു പേർക്കും എന്താണ്? പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും ശരി, ഫോറിനർ ആണെങ്കിലും ശരി, റെസ്പോൺസിബിൾ ഫോർ പണിഷ്മെൻറ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫോറിനർ ഇന്ത്യൻ
ടെറിട്ടോറിയൽ വാട്ടേഴ്സിനുള്ളിൽ വെച്ചിട്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ടെറിട്ടോറിയൽ വാട്ടേഴ്സിലുള്ള ഷിപ്പ് ഒരു ഫോറിൻ ഷിപ്പ് ആണെങ്കിൽ പോലും അവിടെ പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. പേഴ്സൺസ് ഹൂ എൻജോയ് ഇമ്മ്യൂണിറ്റി. ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒരു സിറ്റിസൺ ആണെങ്കിലും ഫോറിനർ ആണെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഭാരതീയ ന്യായ സംഹിത ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഇനി ഈ ജനറൽ റൂളിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പ്രസിഡന്റ് ആൻഡ് ഗവർണറാണ് ഫസ്റ്റ് എക്സെപ്ഷൻ. ഇവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഗവർണേഴ്സിനും എഗനിസ്റ്റായിട്ട് ഒരു ഇന്ത്യൻ കോടതിക്കും ജൂറിസ്ഡിക്ഷൻ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 361 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുപോലെ തന്നെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ കണ്ടിന്യൂ ചെയ്യാനോ കഴിയത്തില്ല. അതുപോലെ തന്നെ ഹൈ ഡിഗ്നിറ്ററീസിന് എഗനിസ്റ്റായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നടത്താനോ ഒന്നും പാടില്ല. രണ്ടാമത് വരുന്നത് ഫോറിൻ സോവറിനാണ്. ഫോറിൻ സോവറിൻ എന്ന് പറയുന്നത് അവർക്ക് എഗനിസ്റ്റായിട്ട് ക്രിമിനലോ അല്ലെങ്കിൽ സിവിൽ ജൂറിസ്ഡിക്ഷനോ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ കോടതികൾക്ക് കഴിയത്തില്ല. ഇവരെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്ത്യൻ കോടതിയിൽ പബ്ലിക് ഇൻ്റർനാഷണൽ ലോ പ്രകാരം കംപ്ലീറ്റ്ലി ഇവരെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇമ്മ്യൂൺ ചെയ്തിരിക്കുകയാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നതാണ് അംബാസിഡേഴ്സ് ആൻഡ് അതർ ഡിപ്ലോമാറ്റിക് ഏജൻറ്റ്സ്. ഇവർക്ക് എഗനിസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഫോർ ദ ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ദം വൈൽ ദേ ആർ ഇൻ ദ ഇന്ത്യൻ ടെറിട്ടറി. ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഡിപ്ലോമാറ്റിക് ഏജൻസോ അംബാസഡേഴ്സോ എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എഗനിസ്റ്റായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. നാലാമത് വരുന്നതാണ് ഫോറിൻ ആർമീസ്. ആർമീസ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഇന്ത്യൻ കോർട്ട്. എന്താണ്, ഫോറിൻ സ്റ്റേറ്റിൻ്റെ ആർമീസിനെ ഇന്ത്യൻ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു, എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. വെൻ ദേ ആർ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ വിത്ത് ഹെർ കൺസെൻറ്റ്. ഇന്ത്യയുടെ കൺസെൻറ്റോട് കൂടി അവർ ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുള്ളിലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എഗനിസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഒരു പ്രൊസീഡിങ്സ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അടുത്തത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഭാരതീയ ന്യായ സംഹിത. ജൂറിസ്ഡിക്ഷൻ ടു ട്രൈ ആൻ ഒഫൻസ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് നോൺ ആസ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ ഇന്ത്യൻ കോർട്ട്. അപ്പോൾ എന്താണ്, ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു ഒഫൻസിന് ട്രൈ ചെയ്യാനുള്ള നമ്മളുടെ കോടതിയുടെ ജൂറിസ്ഡിക്ഷനെയാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 1 Clause 4 ആൻഡ് 1 Clause 5 ഓഫ് ദ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്താണ് ഇങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ട് കമ്മിറ്റ് ചെയ്ത ഒഫൻസുകളുടെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ കമ്മിറ്റ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ ദ BNS ബിയോണ്ട് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് വെച്ചിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഒരു ഒഫൻസ് BNS പ്രകാരം പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയാൾക്ക് ഇന്ത്യൻ കോടതിയിൽ വന്നിട്ട് അവിടെ അയാളെ ട്രൈ ചെയ്യുകയും അയാളെ കൺവിക്റ്റ് ആക്കുകയും ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ് ആൻ ഒഫൻസ് അണ്ടർ ദ സംഹിത ഓൺ എനി ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ്. അപ്പോൾ ഈ സംഹിത പ്രകാരം ഒരു വ്യക്തി ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ ആണ് എന്നുണ്ടെങ്കിലും അയാളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെക്ഷൻ 1 Clause 4 1 Clause 5 പ്രകാരം അയാളെ ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പ്രോബ്ലം പറഞ്ഞിരിക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാൾ എന്തു ചെയ്തു, ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ഒരാളെ കൊന്നു. അപ്പോൾ അയാൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അയാളെ ട്രൈ ചെയ്യാനും കൺവിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, മർഡറിന് പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ അയാളെ ഇന്ത്യയുടെ അവിടെ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് ഏത് പ്ലേസിൽ വെച്ചും ഇന്ത്യയുടെ ഏത് പ്ലേസിൽ വെച്ചും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അയാളെ ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സ്ഥലത്ത് വെച്ചോ ആയിക്കോട്ടെ അയാളെ കണ്ടുകെട്ടുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രൈ ചെയ്ത് കൺവിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രീവിയസ് സാങ്ഷൻ ഉണ്ടെങ്കിലേ അങ്ങനെ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഒരു ഫോറിനർ
ഒരു ഒഫൻസ് ഈ സൻഹിതയുടെ അണ്ടറിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ ആണെന്ന് വെക്കുക. അയാളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വെച്ചാണോ അയാളെ കണ്ടുകെട്ടുന്നത് അവിടെ വെച്ച് ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അവിടെയും എന്ത് വേണം? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 208 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രീവിയസ് സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു പ്രോബ്ലമാണ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫോറിനറാണ്, പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷിപ്പിന് മുകളിൽ വെച്ച് മറ്റൊരാളെ മർഡർ നടത്തി മറ്റൊരാളുടെ. അപ്പോൾ ഷിപ്പെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ടെറിറ്റോറിയൽ വാട്ടേഴ്സിലായിരുന്നു. അപ്പോൾ എക്സിനെ ഇവിടെ ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യന്. എക്സിനെ അങ്ങനെ ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ എന്ത് വേണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രീവിയസ് സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. മറ്റൊരു പ്രോബ്ലമാണ് എ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സിറ്റിസണ് പിന്നെ ബി എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനിയെ പ്രൊവോക്ക് ചെയ്ത് സിയെ മർഡർ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിക്ക്. എവിടെ നിന്നും? ഡൽഹിയിൽ നിന്നും കറാച്ചിയിലേക്ക്. ഓക്കെ, അവിടാണ് ഈ ബിയും സിയും റിസൈഡ് ചെയ്യുന്നത്, കറാച്ചിയിൽ. അപ്പോൾ ബി ഇവിടെ എന്തോ ചെയ്തു? ഡിക്ലൈൻസ് ടു ആക്ട് അക്കോർഡിംഗ് ടു എസ് വിഷസ്. എയുടെ വിഷസ് പ്രകാരം ഇവിടെ എന്ത് ചെയ്തില്ല? മർഡർ നടത്തിയില്ല. അപ്പോൾ എയെ ഇവിടെ ട്രൈ ചെയ്യുകയും ഇന്ത്യയിൽ ഏതെങ്കിലും ഒഫൻസിന് ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പറ്റും. ഇവിടെ അബേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടി? പ്രേരണ കുറ്റം ചുമത്താൻ വേണ്ടി കഴിയുന്നതാണ്. മറ്റൊരു പ്രോബ്ലമാണ് ഒരു അമേരിക്കൻ സിറ്റിസണ് ഇന്ത്യൻ സിറ്റിസണിനെ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് മർഡർ ചെയ്യുകയാണ്. സബ്സിക്വൻ്റ്ലി എന്തോ ചെയ്തു? ഈ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു. അപ്പോൾ ആ പറഞ്ഞ അയാളെ മർഡറിന് കൺവിക്റ്റ് ചെയ്യുകയും ട്രൈ ചെയ്യുകയും കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യന്. ഒരു ഫോറിനർ ഈ പറഞ്ഞിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഫോറിൻ കൺട്രിയിൽ വെച്ചിട്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോടതിക്ക് അയാളെ ട്രൈ ചെയ്യാനും കൺവിക്റ്റ് ചെയ്യാനുമുള്ള ഒരു തരത്തിലുമുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഈവൻ ആ ഒഫൻസ് ഒരു ഇന്ത്യൻ സിറ്റിസണിൻ്റെ എഗനിസ്റ്റാ ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും സച്ച് എ പേഴ്സൺ cannot be tried and convicted for any offense under ഭാരതീയ ന്യായ സംഹിത by a criminal court in India even though he acquires Indian citizenship സബ്സിക്വൻ്റ്ലി. ഒരു മർഡർ കമ്മിറ്റ് ചെയ്തതിന് ശേഷം അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചാൽ പോലും ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആ പറഞ്ഞ വ്യക്തിക്ക് എഗനിസ്റ്റായിട്ട് ഇന്ത്യൻ കോടതിയിൽ അയാളെ ട്രൈ ചെയ്യാനോ കൺവിക്റ്റ് ചെയ്യാനോ കഴിയത്തില്ല. കേസ് പറയുന്നുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വേഴ്സസ് റാം നരൈൻ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്ന് വെക്കുക, ഇന്ത്യക്ക് ഔട്ട്സൈഡ് വെച്ചിട്ട് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ഇന്ത്യൻ കോടതിയിൽ അയാൾ സബ്സിക്വൻ്റ്ലി അയാളൊരു ഇന്ത്യൻ നാഷണാലിറ്റി സ്വീകരിച്ചെങ്കിൽ പോലും അയാളെ ഇന്ത്യൻ കോടതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 4 ഓഫ് IPC, ഇപ്പോൾ അത് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 4 തന്നെയാണുള്ളത്. അതുപോലെ സെക്ഷൻ 188 ഓഫ് ദ CRPC ഇപ്പോൾ വരുന്നത് 208 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആർ നോട്ട് അട്രാക്റ്റഡ് ടു സച്ച് എ കേസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി റിപ്പബ്ലിക് ഓഫ് ഇറ്റലി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. റിപ്പബ്ലിക് ഓഫ് ഇറ്റലി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് 2 ഫിഷർമാൻസിനെ കേരളത്തിൽ നിന്നുമുള്ള ഇത് ഫേമസ് ആയിട്ടുള്ളൊരു കേസാണ്, എല്ലാവർക്കും അറിയായിരിക്കും. കേരളത്തിൽ നിന്നുമുള്ള 2 ഫിഷർമാൻസിനെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷിപ്പിൽ വെച്ച് വെടിവെച്ചു അവരെ കൊന്നു. മർച്ചൻ്റ് ഷിപ്പിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇറ്റാലിയൻ ഗവൺമെൻറ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന നേവൽ ഓഫീസേഴ്സാണ്, 2 നേവൽ ഓഫീസേഴ്സാണ് ഇത് ചെയ്തത്. ഇൻസിഡൻറ്റ് നടക്കുന്നത് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കോസ്റ്റ് ലൈനിൽ നിന്നും 20.5 നോട്ടിക്കൽ മൈൽസ് ഡിസ്റ്റൻസിൽ വെച്ചാട്ടാണ്. ഇൻസിഡൻറ്റ് നടക്കുന്നത് 12 നോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെറിറ്റോറിയൽ വാട്ടേഴ്സിൻ്റെ അകത്ത് വെച്ചിട്ടല്ല ഈ പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഓക്കെ, പക്ഷേ എവിടെ വെച്ചിട്ടാണ്? ബട്ട് വിത്തിൻ ദ കണ്ടീജിയസ് സോൺ ഓവർ വിച്ച് ദ സ്റ്റേറ്റ് പോലീസ്
ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ. കണ്ടീജിയസ് സോണിൽ വെച്ചായിട്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ കേരളത്തിലെ പോലീസിന് അവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ലതാനും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് പോലീസിന് ഈ കേസ് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. എന്നിരുന്നാലും ഈ ഇൻസിഡൻറ്റ് കണ്ടീജിയസ് സോണിൽ വെച്ച് നടന്നതായതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒഫൻഡേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഇവർക്ക് എഗനിസ്റ്റായിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാര പരിധി സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ കേരളത്തിലെ സ്റ്റേറ്റ് പോലീസിനില്ല. സുപ്രീം കോടതി എന്തോ ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഒരു ഡയറക്ഷൻ കൊടുത്തു. ഡൽഹിയിൽ ഒരു സ്പെഷ്യൽ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒഫൻഡേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഫിഷർമാൻസിൻ്റെ മർഡർ കോസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിന് ഈ ഒഫൻഡേഴ്സിന് എന്ത് കൊടുക്കുക? അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി ഈ കേസ് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതി ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് എന്തോ ചെയ്തു? നിർദ്ദേശം കൊടുത്തു. അബേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ഒഫൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് സെക്ഷൻ 48 പറയുന്നത്. ഇന്ത്യയുടെ പുറത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഒരാളെ അബേറ്റ്മെൻറ്റ് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരാളെ പ്രേരിപ്പിക്കുകയാണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതെന്താണ്? പണിഷബിൾ ആണ്. ഇവിടെ ഇല്ലുസ്ട്രേഷൻ പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞ വ്യക്തി എന്തോ ചെയ്തു? എക്സ് എന്ന് പറഞ്ഞ രാജ്യത്തിരുന്നു കൊണ്ട് എ ഇൻ കൺട്രി എക്സ് ഇൻസ്റ്റിഗേറ്റ് ബി എന്തോ ചെയ്തു? ബിയെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു, ബിയെ പ്രോത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യയിൽ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു ഇന്ത്യയിൽ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ എ ഇവിടെ എന്താണ്? മർഡർ അബേറ്റ് ചെയ്തതിന് ഗിൽറ്റിയായി മാറും. അപ്പോൾ ഇത്രയും കാര്യമാണ് ടെറിറ്റോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിറ്റോറിയൽ ഇതിൻ്റെ അകത്ത് പറയുന്നത്, ജൂറിസ്ഡിക്ഷൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്